ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ ലോകം മുഴുവൻ പ്രതിഷേധം പുകയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ പ്രഖ്യാപിച്ച ഗാസ ഏറ്റെടുക്കൽ പ്ലാൻ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജർമ്മനി ഇസ്രായേലുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തിവെച്ചു. ഗസയിൽ വംശഹത്യ നടത്താൻ ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന നിലപാടാണ് ജർമ്മനിക്ക്. ഇസ്രായേലിനെതിരെ നടപടിയുമായി നോർവേയും മുന്നോട്ടു പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് 11 ഇസ്രായേൽ കമ്പനികളിലെ തങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതായി പ്രഖ്യാപിച്ചു. ഗാസയിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയും മേഖലയിലെ വ്യാപകമായ സംഘർഷവും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. അസാധാരണ സാഹചര്യങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഈ തീരുമാനം എടുത്തതെന്ന് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന നോർജൻസ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് മേധാവി നിക്കോളാസ് ടാൻഗൻ AFPയോട് പറഞ്ഞു. ഗാസയിലെ സ്ഥിതി ഗുരുതരമായ ഒരു മാനുഷിക പ്രതിസന്ധിയാണ്. യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിലാണ് ഞങ്ങൾ നിക്ഷേപം നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും സ്ഥിതി അടുത്തിടെ വഷളായിട്ടുണ്ട്, ടാൻഗൻ പ്രസ്താവനയിൽ പറഞ്ഞു. എണ്ണ ഫണ്ട് എന്നറിയപ്പെടുന്ന സോവറിൻ ഫണ്ടിൻ്റെ മൂല്യം ഏകദേശം $1.9 ട്രില്യൺ ആണ്. കൂടാതെ ലോകമെമ്പാടും നിക്ഷേപങ്ങളുണ്ട്. നോർവേയുടെ വലിയ ഊർജ്ജ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാന സ്രോതസ്സാണിത്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ പാർട്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ബെറ്റ് ഷെമേഷ് എഞ്ചിൻസ് ഹോൾഡിംഗ്സ്. ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതായി നോർവീജിയൻ ദിനപത്രമായ ആഫ്റ്റൻ പോസ്റ്റൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് കമ്പനിയുടെ നീക്കം. ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷവും കമ്പനിയുടെ ഓഹരികൾ വർദ്ധിച്ചതായി ടാൻജൻ പറഞ്ഞു. കമ്പനിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രധാനമന്ത്രി ജോനാസ് ഹഗർ സ്റ്റോർ ധനമന്ത്രിയും മുൻ നാറ്റോ സെക്രട്ടറി ജനറലുമായ ജെൻസ് സ്റ്റാർട്ടൻബർഗിനോട് ഇക്കാര്യം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഫലസ്തീൻ്റെ പദ്ധതിക്കെതിരെ നിരവധി രാജ്യങ്ങൾ രംഗത്തു വന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി പ്രതികരണം നടത്തി. വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനാണ് നെതന്യാഹുവിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ഇസ്രായേൽ പലസ്തീനികളെ പട്ടിണിയിലാക്കി അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. ടെലവീവിൻ്റെ പുതിയ ഗാസ അധിനിവേശ പദ്ധതിയെ തള്ളിക്കളയുന്നു, ഹഗാൻ ഫിദാൻ പറഞ്ഞു. ഈജിപ്റ്റ് സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ പദ്ധതിക്കെതിരെ തുറന്നടിച്ചത്. ഇസ്രായേലിൻ്റെ വിപുലീകരണപരവും വംശഹത്യാപരവുമായ അജണ്ടയാണ് ഗാസ പദ്ധതിയെന്നും ഫിദാൻ പറഞ്ഞു. ഇതിനെതിരെ ഇസ്ലാമിക ലോകം ഒന്നിക്കണമെന്നും ആഹ്വാനം ചെയ്തു. അതേസമയം ഇസ്താംബൂളിൽ ആയിരക്കണക്കിന് ആളുകൾ ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി. ഇസ്രായേലിനെതിരെ വേഗത്തിൽ നടപടിയെടുക്കാനും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഗാസ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. വെടിനിർത്ത ചർച്ചകൾ പോലും നടക്കുന്നില്ല. ഹമാസിനെ നശിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളിലൊന്ന് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. എന്നാൽ നിരായുധീകരണ നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതന്യാഹു. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ അത് പലസ്തീൻ ജനതയുടെ സർവനാശത്തിലേക്കാവും നയിക്കുക എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ പദ്ധതി നിയമവിരുദ്ധവും രാഷ്ട്രീയമായി അപകടകരവുമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഗാസയിൽ സംഭവിക്കുന്നത് പ്രതിസന്ധിയല്ലെന്നും വംശഹത്യയാണെന്നും ഇറാൻ വിമർശിക്കുന്നു. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. ആക്രമണം മുഴുവൻ ഗാസ മുനമ്പിലേക്കും വ്യാപിച്ചേക്കാം. മാത്രമല്ല, ദശലക്ഷത്തിലധികം സാധാരണക്കാരെ കുടിയിറക്കാനും സാധ്യതയുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു.